ഹായ്, നമസ്കാരം. ശാരികയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതിൽ രേണുസുതിയുടെ വീടിൻ്റെ കാര്യം പരാമർശിക്കുന്നുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവർ വളരെയധികം സുഹൃത്തുക്കളായി മാറി. രേണുസുതിയുടെ വീട്ടിൽ ശാരിക പോയതായിട്ടാണ് ഒരറിവ്. രേണുസുതിയുടെ വീടിന് പുറംവശമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ തവിടുപൊടിയായ ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സംഭാഷണം ശാരികയ്ക്ക് കുത്തിപ്പൊക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു വിവാദത്തിന് തിരികൊളുത്താൻ നോക്കി, പക്ഷേ അത് ചീറ്റിപ്പോവുകയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. ഈ വിവാദങ്ങളൊക്കെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ അവസാനിച്ചതല്ലേ? നമുക്കൊരാൾ ഒരു സാധനം സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും തന്നാൽ നമ്മളത് എത്രമാത്രം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. ആ സാധനം കേടുവരുത്താതെ നല്ല നിലയിൽ നമ്മളൊരു ഭാഗത്തെടുത്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നീട് അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അയാൾ തന്ന സാധനം എന്നോട് സ്നേഹമില്ലാണ്ട് വെറുതെ തന്നതാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു സംഭവം. അതുപോലെ രേണുസുതിക്ക് ഒരു വീട് കിട്ടി. ആ വീട് കാത്തു സൂക്ഷിക്കേണ്ട പൊറുപ്പ് രേണുവിന് തന്നെയാണ്. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വീട് കൊടുത്ത ഫിറോസ് ഞങ്ങളുടെ കാര്യം എന്തായി എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യവുമായി വന്നിരുന്നു. രേണുസുതിക്ക് ദാനം കിട്ടിയ മുതലാണ് ഈ വീട്. ഈ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നേരാക്കാനും ഭംഗിയാക്കാനുള്ള കഴിവ് ഇന്ന് രേണുസുതിക്കുണ്ട്. ആ വീട് വൃത്തിയാക്കാതെ ഫിറോസ് എന്ന മനുഷ്യനെ സമൂഹത്തിൽ എത്രത്തോളം അപമാനിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം അപമാനിച്ചു. അയാളുടെ വർക്കിന് തന്നെ അത് ബാധിച്ചു. അയാളുടെ കരിയർ മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ രണ്ടു പേരുടെ കയ്യിലും തെറ്റുകളുണ്ട്. രേണുസുതി അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടന്നിരിക്കാം. എന്നാൽ ഫിറോസിനെ പോലെ ഒരാൾക്ക് ഇതിനോട് പ്രതികരിക്കുകയോ ഇത് മൈൻഡ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. രേണു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഫിറോസ് ചെയ്തതെന്താ? ആ വീഡിയോയുടെ അടിയിൽ വന്ന് മെസ്സേജ് ഇട്ടു, രേണുവിൻ്റെ കല്യാണം കഴിയുന്നതിൽ സന്തോഷം. രേണു കല്യാണം കഴിച്ചാൽ ആ വീട് ഞങ്ങൾക്ക് തിരികെ തന്നാൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് ഒരു മെസ്സേജ് ഇട്ടു. അത് ശരിയാണോ? ഫിറോസിനോട് ഒരു ചോദ്യം. താങ്കൾ ഇത് മനസ്സറിഞ്ഞ് രേണുവിൻ്റെ, അതായത് സുധിയുടെ മക്കൾക്ക് കൊടുത്തതല്ലേ? അത് തിരിച്ചു ചോദിക്കുന്നത് ശരിയാണോ? ഒന്നാമത് അത് രേണുവിന് കൊടുക്കാൻ അധികാരമില്ല. അത് രേണുവിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. രേണുവിൻ്റെ മക്കൾക്ക് നിങ്ങൾ ദാനം ചെയ്തതാണ്. ഈ പുണ്യപ്രവൃത്തിയിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫൈസൽ? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഈ വിഷയം അവസാനിച്ചതാണ്. പക്ഷേ താങ്കളോട് എനിക്ക് വളരെയധികം അനുകമ്പയും സ്നേഹവും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൽ. പക്ഷേ ഇന്ന് എനിക്കത് തോന്നുന്നില്ല. താങ്കൾ ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് താങ്കൾ തന്നെ ചിന്തിക്കുക, തീരുമാനമെടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.